ന്യൂസ് ബ്ലാസ്റ്റിലേക്ക് വീണ്ടും റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിന്റെ അനുനയ നീക്കം ഫലം കണ്ടില്ല. തമിഴ്നാട്ടിലെ മുതിർന്ന നേതാവ് കെ അണ്ണാമലൈ പാർട്ടി വിടുകയാണ്. പ്രഖ്യാപനം നാളെ ഉണ്ടാകും. സംസ്ഥാന അധ്യക്ഷ പദവി 7 വർഷത്തേക്ക് വേണമെന്നുള്ള അണ്ണാമലയുടെ ആവശ്യം ദേശീയ നേതൃത്വം അംഗീകരിച്ചില്ല. ആദിൽ പാലോട് വിവരങ്ങൾ നൽകും. ആദിൽ, അപ്പോൾ നാളുകളായി ബി.ജെ.പിയിൽ നിന്ന് തുടരുന്ന അവഗണന, പുതിയ പാർട്ടി രൂപം കൊടുക്കുന്നു, വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അണ്ണാമലയ്ക്കുണ്ട്, രജനീകാന്തിനെ കൂടെ ചേർക്കാൻ ശ്രമം നടക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു. പക്ഷേ അമിത്ഷായും നിതിൻ നബീനും ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അണ്ണാമലയുടെ മനസ്സ് മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അതുണ്ടായില്ല അല്ലേ? ഉറപ്പായും ദില്ലിയിൽ 2 ദിവസമായി തുടർച്ചയായി നടന്ന മാരത്തോൺ ചർച്ചകളൊന്നും ഫലം കണ്ടില്ല എന്ന് വേണം വിലയിരുത്താൻ. കെ അണ്ണാമലൈ ഒരു കാലത്ത്, ഈ സമീപകാലത്ത് തന്നെ തമിഴ്നാട്ടിൽ ബി.ജെ.പിയുടെ മുഖമായിരുന്നു, തീപ്പൊരി നേതാവായിരുന്നു. ദേശീയ തലത്തിൽ തന്നെ അണ്ണാമലയുടെ പ്രവർത്തനം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തമിഴ്നാട്ടിൽ നിന്ന്. അങ്ങനെയുള്ള ഒരു നേതാവാണ് ബി.ജെ.പിക്ക് പുറത്തേക്ക് പോകുന്നത്. ബി.ജെ.പി വിടുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. അപ്പോഴൊന്നും കൃത്യമായൊരു പ്രതികരണം നൽകാനോ സ്ഥിരീകരണം നൽകാനോ അണ്ണാമലൈ തയ്യാറായിരുന്നില്ല. അതിനുശേഷം ദില്ലിയിലേക്ക് വരുന്നു. ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനെ കാണുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തുന്നു. വളരെ പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ ഈ കൂടിക്കാഴ്ചകളിൽ അണ്ണാമലൈ മുന്നോട്ട് വെച്ചിരുന്നു. സംസ്ഥാന അധ്യക്ഷ പദം തനിക്ക് തിരികെ തരണം, അത് ചെറിയ കാലയളവിലേക്കല്ല, ദീർഘകാലമായി എന്ന നിലയിൽ ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം, 7 വർഷത്തേക്ക് തന്നെ ആ സ്ഥാനത്തിരുത്തണം എന്നതായിരുന്നു ആവശ്യം. ആ ആവശ്യം തൽക്കാലം അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ബി.ജെ.പി ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. അക്കാര്യത്തിൽ മറ്റ് ചില പരിഗണനകൾ നൽകാം, രാജ്യസഭാ സീറ്റടക്കം, ഒപ്പം ദേശീയ നേതൃത്വത്തിലേക്ക് അണ്ണാമലയെ കൊണ്ടുവരുന്നതടക്കം പരിഗണിക്കാം എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. ഏതായാലും ഇപ്പോൾ ഏറെക്കുറെ സ്ഥിരീകരിക്കുന്ന വാർത്ത വരുന്നത് അണ്ണാമലൈ ബി.ജെ.പിക്ക് പുറത്തേക്ക് പോകുന്നു. ഔദ്യോഗികമായ പ്രഖ്യാപനം നാളെ തമിഴ്നാട്ടിൽ ഉണ്ടാകുമെന്നാണ്. ദില്ലിയിലെ ചർച്ചകൾ പൂർത്തിയാക്കി ചെന്നൈയിലേക്ക് തിരിക്കുകയാണ് അണ്ണാമലൈ എന്നുള്ളതും റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചടിയാണ് ബി.ജെ.പിക്ക് തമിഴ്നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകൾ ഉണ്ടായിരുന്ന ബി.ജെ.പിക്ക് 1 സീറ്റായി ചുരുങ്ങിയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ, 2026 തെരഞ്ഞെടുപ്പിൽ. അതിനുശേഷം അപ്പോൾ അടിതെറ്റിയ ബി.ജെ.പിക്ക് ഒരു തിരിച്ചടി കൂടി വന്നിരിക്കുന്നു. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ പാർട്ടി വിടുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ചെന്നൈ. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.